നമസ്കാരം. എല്ലാ പ്രേക്ഷകരെയും കൃഷിദർശൻ ലൈവിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ചിങ്ങമാസത്തിലെ അവസാനത്തെ ദിവസമാണ്. കേരളക്കരയെ സംബന്ധിച്ച് ഓണം എന്ന് പറയുന്നത് ഒരു ആഘോഷം എന്നതിനോടൊപ്പം തന്നെ ഒരു കൊയ്ത്തുത്സവം കൂടിയാണ്. ഒരു പക്ഷേ അത് കൊയ്ത്തുത്സവം ആയിരുന്നു എന്ന് വേണം പറയാൻ. കാരണം ഇന്ന് ആ ഒരു ചിന്താഗതിയിൽ കുറേയൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. ഒരു കാലത്ത് മലയാളിയെ സംബന്ധിച്ച് ഓണം ഉണ്ണുക എന്ന് പറഞ്ഞാൽ അവൻ്റെ നിലത്തിലുള്ള വിളഞ്ഞ നെല്ല്, തൊടിയിൽ വിളഞ്ഞ പച്ചക്കറികൾ, നേന്ത്രക്കായ, അതെല്ലാം ഉപയോഗിച്ച് ഏതാണ്ട് സ്വാശ്രയത്വത്തിൻ്റെ ഒരു പ്രതീകമായിരുന്നു ഓണാഘോഷം. ഇന്ന് വളരെയധികം മാറ്റങ്ങൾ വന്നു. കാലക്രമേണ ഓണമെന്ന് പറയുന്ന ഒരു ഏറെക്കുറെ ഒരു കമ്പോളവൽകൃതമായിട്ടുള്ള ഒരു ആഘോഷമായി മാറിയിരിക്കുകയാണ്. അതേസമയം പണ്ടൊരു കാലത്ത് ഗാന്ധിജി മുന്നോട്ട് വച്ച സ്വാശ്രയത്വം എന്നുള്ള ആശയം അക്ഷരാർത്ഥത്തിൽ നിറവേറ്റിയ ഒരു സംസ്ഥാനം കേരളമായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് തൻ്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ വളരെ വിശേഷപ്പെട്ട ഒരു അതിഥിയാണെന്ന് ലഭിച്ചിരിക്കുന്നത്. ഗാന്ധിയൻ ശ്രീ പി ഗോവിന്ദൻ നായർ സാറാണ് വന്നിട്ടുള്ളത്. അദ്ദേഹം കേരളത്തിൻ്റെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. കേരളത്തിൻ്റെ സാംസ്കാരിക മണ്ഡലത്തും അതുപോലെ സാമൂഹ്യ രംഗത്തും വളരെയധികം ശ്രദ്ധേയമായ സംഭാവനകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിത്വമാണ്. പ്രത്യേകിച്ച് ഗാന്ധിജിയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ വളരെയധികം തൻ്റെ ജീവിതം ഒഴിഞ്ഞുവെച്ച വ്യക്തിയാണ്. സാർ, ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. സാറിൻ്റെ ഒരു ജനനം നെയ്യാറ്റിൻകരയിലെ കോട്ടുകാൽ ആയിരുന്നു. പ്രത്യേകിച്ച് ഒരു കാർഷിക കുടുംബത്തിലായിരിക്കണം. അപ്പോഴേ ഈ കൃഷിയും ശരിക്കും പറഞ്ഞാൽ അന്നത്തെ ഓണം കാർഷിക സമൃദ്ധിയുടെ ഒരു ഉത്സവം കൂടെ ആയിരുന്നല്ലോ. അപ്പോൾ സാറിൻ്റെ ഓർമ്മയിൽ ഉള്ള അന്നത്തെ ഓണത്തെക്കുറിച്ചുള്ള ഓർമ്മ പങ്കിട്ടുകൊണ്ട് നമുക്ക് തുടങ്ങാം. എൻ്റെ കുട്ടിക്കാലത്ത് ഓണം വന്നു എന്ന് പറഞ്ഞാൽ കുട്ടികൾക്കെല്ലാം സന്തോഷത്തോടുകൂടി ഓടി നടക്കാനും വീടിനകത്ത് സ്വാതന്ത്ര്യത്തോടുകൂടി എന്തും ചെയ്യാനുമുള്ളൊരവസരമായിട്ടാണ് വന്നത്. വിശേഷിച്ച് പന്ത് കളിക്കാനുള്ള ഉത്സാഹത്തിൽ കുട്ടികൾ ഓടി നടക്കും. ഇന്നിനി പായസം കിട്ടുമെന്നുള്ള വിചാരം കൊണ്ട് അതിൻ്റെ സന്തോഷവും ഉണ്ടായിരിക്കും. പിന്നെ പുതിയ ഓണക്കോടി കിട്ടും. കാരണവരെ വിളിച്ച് നല്ല മഞ്ഞക്കോടി, വെളുത്ത വസ്ത്രത്തിനേക്കാൾ കൂടുതലൊന്ന് ഈ മഞ്ഞക്കോടി കിട്ടുന്നതാണ് വളരെ പ്രധാനമായിട്ട് തോന്നിയിരുന്നത്. അങ്ങനെ ഒരു സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും ഉത്സാഹത്തിൻ്റെയും എല്ലാം ഒരു അന്തരീക്ഷമാണ് ആ കാലത്ത്, കുട്ടിക്കാലത്ത് വിശേഷിച്ച് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടത്. അതെ സാർ, അന്ന് കൃഷി നെയ്യാറ്റിൻകര പ്രദേശത്ത് ശരിക്കും പറയുന്നത് കൃഷിയൊരു വലിയൊരു കൃഷി മേഖലയാണല്ലോ കോട്ടുകാല നെയ്യാറ്റിൻകരയൊക്കെ. അന്നത്തെ കൃഷി സമ്പ്രദായം ഏത് രീതിയിലുള്ളായിരുന്നു? അന്ന് വളരെ കൃഷിപ്രധാനമാണ്. ഈ ഗ്രാമജീവിതം മുഴുവനും മറ്റ് വ്യവസായങ്ങളും സമ്പ്രദായങ്ങളും ഒന്നും ഇല്ലാതിരുന്നത് കൊണ്ടും വരുമാനമാർഗം മുഖ്യമായി കൃഷി ആയതുകൊണ്ടും കൃഷിപ്രധാനം തന്നെയായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ എൻ്റെ കുടുംബത്തിനകത്തന്ന് 6 ജോഡി മാട് കെട്ടുന്നതിനുള്ള തൊഴുത്ത്, 2 ജോഡി പശുക്കളെ കെട്ടുന്നതിനുള്ള തൊഴുത്ത്, പിന്നെ വലിയ വീടും മനക്കശാലയും, ഈ മാടുകളെ കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കാനും അതിനെ തീറ്റിക്കാനും കുളിപ്പിക്കാനും ഒക്കെ ഉള്ള വേറെ ചില ആളുകൾ പുറത്ത് അവർ വന്ന് ഇതൊക്കെ ചെയ്തുകൊള്ളും. പിന്നെ കൃഷി നടന്നുകൊണ്ടിരുന്നാൽ അതിൻ്റെ ഓരോ ഘട്ടത്തിൽ ചെയ്യേണ്ടതായ പ്രത്യേക കാര്യങ്ങൾ ചെയ്യുന്നതിന് അറിവുള്ള ആളുകൾ ആ വീട്ടിന് ചുറ്റുമുള്ള പല കുടുംബങ്ങളിലുണ്ട്. അവരെല്ലാം കൂടിച്ചേർന്നുള്ള ഒരു സാമൂഹ്യ പ്രവർത്തനമായിട്ടാണ് അന്ന് കൃഷി നടന്നത്. ഉടമ എന്ന് പറയുന്നത് 2-3 ആളുകളെ ഉണ്ടെങ്കിൽ പോലും ആളുകളെല്ലാം ചേർന്നാണ് പല ജോലികൾ ഈ കൃഷിക്ക് വേണ്ടി ചെയ്യാനുള്ളത്. അതെല്ലാം അവർ വന്ന് ഉത്തരവാദപ്പെട്ട രീതിയിൽ അതൊക്കെ ചെയ്യുകയും ഈ നെല്ല് അളന്നു വരുമ്പോൾ എല്ലാ കുടുംബങ്ങൾക്കും ഈ നെല്ല് കിട്ടുകയും ചെയ്യുന്നവർ
ഒരു തരത്തിലുള്ള ഒരു സോഷ്യലിസ്റ്റ് വ്യവസ്ഥയാണ് അന്ന് വാസ്തവത്തിൽ ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് സാർ. അന്ന് ഈ നെല്ല് 2 പൂ ഉണ്ടായിരുന്നല്ലോ അല്ലേ? വിരിപ്പ് മുണ്ടകൻ 2 പൂ ഉണ്ടായിരുന്നല്ലോ നെൽപ്പാടങ്ങളിൽ, 2 കൃഷി. അതുപോലെ അത് കഴിഞ്ഞിട്ട് എള്ള് പയറൊക്കെ ഉള്ള കൃഷി ആ രീതിയൊക്കെ ഉണ്ടായിരുന്നല്ലോ അല്ലേ? അതൊക്കെ ഉണ്ടായിരുന്നു. അന്ന് 2 പൂ കൃഷിയുണ്ട്. അതെ അതെ. അപ്പോൾ അതിന് സമയാസമയങ്ങളിൽ ശരിയായിട്ടത് ചെയ്താൽ ഈ മേടമാസം ഒക്കെ വരുമ്പോൾ ഈ മകരമാസത്തിൽ കൊയ്ത് ഒഴിഞ്ഞാൽ ആ നിലങ്ങളിലെല്ലാം പ്രധാനപ്പെട്ട ചില നിലങ്ങളിൽ ഈ പയറ് അങ്ങനെയുള്ള ധാന്യങ്ങളുടെ ഒരു കൃഷി നടത്തിക്കൊണ്ടിരുന്നു. അതിൽ നിന്നാണ് ഈ പയറൊക്കെ കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സമ്പത്ത് അതിൽ കൂടെ കിട്ടും. എള്ള് കൃഷി ഉണ്ടായിരുന്നു ആ ഭാഗത്തൊക്കെ? എള്ളുണ്ട്, എള്ളുണ്ടായിരുന്നു, പയറുണ്ടായിരുന്നു. സാർ ഇപ്പോഴീ പണ്ട് ഈ നെയ്യാറ്റിൻകര ഭാഗത്തൊക്കെ എള്ളാട്ടുന്ന ചക്കുകൾക്ക് ഒരു സാധാരണ കാഴ്ചയായിരുന്നു. എള്ളാട്ടുന്ന ചക്കുകളുണ്ടല്ലോ, ഇപ്പം അത് ഏതാണ്ട് വകയായി തന്നെ ഉള്ള ഒരു സ്ഥലത്ത് പ്രത്യേകം ആളുകളെ വെച്ച് ഒരു നല്ല ചെക്കിട്ട് ഒറ്റ കാള കെട്ടും. അതിന് നല്ലവണ്ണം ധാരാളം ജോലി അതിന് കിട്ടിക്കൊണ്ടിരുന്നു. അവിടെ ധാരാളം തേങ്ങയുള്ളത് കൊണ്ട് അതും അതുപോലെ തന്നെ എള്ളും ഒക്കെ കൊടുത്ത് ആവശ്യമായ എണ്ണ അവിടെ ധാരാളം ഉണ്ടാക്കാനായിട്ട് കഴിഞ്ഞിരുന്നു. ശരി ശരി. സാർ ഈ കേരളത്തിലെ അല്ലെങ്കിൽ പൊതുവെ നമ്മൾ ഭാരതത്തിലെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാരുടെ ഒരു ഭരണം വന്നപ്പോൾ നമ്മുടെ കാർഷിക വ്യവസ്ഥയിൽ ഒരു കാര്യമായ തകർച്ച ഉണ്ടായെന്ന് പറയുന്നത് ശരിയായിരിക്കുമോ? ബ്രിട്ടീഷുകാർ ഭരിച്ചുകൊണ്ടിരുന്ന ഒരു കാലത്താണ് നമ്മൾ കുട്ടികളായിട്ട് വന്നത്. അപ്പോൾ അതിന് മുമ്പുള്ള വ്യവസ്ഥയിൽ എന്തു ദോഷമാണ് വന്നതെന്ന് പ്രത്യേകം നമുക്ക് അന്നത്തെ നിലയിൽ അറിഞ്ഞുകൂടാ. എന്നാലും കൂടുതൽ കരം കൊടുക്കണം, പിന്നെ അതുപോലെ തന്നെ സ്വതന്ത്രമായിട്ട് ചെയ്യുന്നതിനുള്ള ഒരു പ്രത്യേകമായ അവസ്ഥാവിശേഷം ഒന്ന് വളരെ കുറവായിരുന്നു. പ്രമാണികളായ ആളുകൾക്കാണ് കൂടുതൽ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നത്. പാവപ്പെട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പുറത്തുണ്ടാകുന്ന അനീതിയെപ്പറ്റി വലിയ അന്വേഷണമൊന്നും നടത്താനായിട്ട് ഒരു സർക്കാർ എന്ന് പറയുന്ന ഏർപ്പാടുണ്ടായിരുന്നില്ല. അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണുള്ളത്. അതുപോലെ പണ്ട് ഈ ഒരു വീടിന് വേണ്ടതൊക്കെ ആ വീട്ടുവളപ്പിൽ ഉൽപ്പാദിപ്പിക്കുക, പച്ചക്കറികളാണെങ്കിലും നെല്ലാണെങ്കിലും. ഈ ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ ആഗമനത്തോടു കൂടി നാണ്യവിളകൾ കൂടുതലായിട്ട് നമ്മുടെ നാട്ടിൽ വരികയും ഈ വീട്ടുവളപ്പിലെ കൃഷിക്കൊരു ഇടിവുണ്ടാകുകയും ചെയ്തു എന്ന് പറയാമോ? അതൊക്കെ ഉണ്ടായി. അന്ന് പ്രധാനപ്പെട്ട വീടുകളിൽ അവരുടെ ഒരു വർഷത്തേക്ക് ആവശ്യമായിരിക്കുന്ന നെല്ലിന് പുറമേ എണ്ണ വേണം, എള്ളെണ്ണ വേണം, അതുപോലെ മറ്റു ധാന്യങ്ങൾ വേണം, മുതിര തുടങ്ങിയവ വേണം, പയർ വേണം. ഇതിനാവശ്യമായ കൃഷികളെല്ലാം തന്നെ ചുറ്റുപാടും ചെയ്തുകൊണ്ടിരുന്നു. മാത്രമല്ല ആവശ്യത്തിനുള്ള പച്ചക്കറികൾ കിട്ടുന്നതിന് 2-4 വീടുകളിൽ പ്രത്യേകമായിട്ട് ആളുകൾ കേന്ദ്രീകരിച്ച് ധാരാളം കീരയുണ്ടാക്കുന്ന ഏർപ്പാടെന്നുണ്ട്, വെണ്ടയ്ക്കയുണ്ട്, അതുപോലുള്ള മറ്റു ധാന്യങ്ങളുണ്ട്, മുരിങ്ങയ്ക്ക ധാരാളം കിട്ടും. ഇങ്ങനെയുള്ള പച്ചക്കറികളുടെ കൃഷിയും പ്രധാനപ്പെട്ട എല്ലാ വീട്ടുകാരും ചെയ്തുകൊണ്ടിരുന്നു. സാധാരണക്കാർക്ക് ഇതിനെ ആശ്രയിച്ചാണ് അവർക്കും ജീവിക്കേണ്ടി വന്നത്. അവരും ഇതൊക്കെ ഉപയോഗിച്ചിരുന്നു. അതുപോലെ സാർ ഈ പശുക്കളുടെ കൃഷിയുടെ ഒരു അവിഭാജ്യ ഘടകമായിരുന്നല്ലോ, ഇപ്പോഴും വളരെ അത് കുറഞ്ഞിട്ടുണ്ട്. അതിന് എത്രത്തോളം പ്രാധാന്യം ഉണ്ടായിരുന്നു അന്നത്തെ ഒരു കൃഷിയിൽ? അന്ന് പശുവിൻ്റെ കാര്യമാണ് വളരെ പ്രധാനം. ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ആ പഴയ കുടുംബത്തിൽ ഒരു 2 ജോഡി പശു എപ്പോഴും തന്നെ ഉണ്ടായിരുന്നു. ഈ ഒരു പശുവിൻ്റെ കറവ പറ്റിയാൽ വേറെ പശു ഉണ്ടാവും. അത് നടന്നുകൊണ്ടിരുന്നു എന്ന് മാത്രമല്ല, അതിനെ കൊണ്ടുപോകാൻ അതിന് വേണ്ടതായ പുല്ലും ഇതൊക്കെ കൊടുക്കുന്നതിനുള്ള വ്യവസ്ഥ ഉണ്ടായിരുന്നു. ധാരാളം വൈക്കോല്, വലിയ വൈക്കോൽ പന്തലുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ പാല് എന്ന് പറയുന്നത് വളരെ പ്രധാനം. ഞാനൊക്കെ ആ വീടുകളിൽ പഴയ കുടുംബത്തിൽ പോയി താമസിക്കുമ്പോൾ നമ്മുടെ അപ്പൂപ്പന്മാർ എണീറ്റ് വന്ന് 5-5:30 മണിയാവുമ്പോൾ നേരെ തൊഴുവിൻ്റെ മുമ്പിൽ കൊണ്ടുപോയിട്ട് നീ തൊഴടായി പശുവിനെ എന്ന് പറയും. അപ്പോൾ പശുവിനെ നമ്മൾ തൊഴണം എന്നാണ് അന്നത്തെ സങ്കല്പം. അത്ര കണ്ട് പശുക്കൾക്ക് വളരെ പ്രാധാന്യം കൊടുത്തിരുന്നു. നമ്മുടെ ഇഷ്ടം പോലെ തൈരും പാലും നമ്മുടെ ജീവിതത്തിന് വളരെ ആയുസ്സിന് വർധന ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഭക്ഷണ സമ്പ്രദായം ഉണ്ടാകാൻ അന്ന് വളരെയധികം ഏർപ്പാടുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു സന്തോഷകരമായ കാര്യമാണ്. സാർ ഈ ഗാന്ധിജി മുന്നോട്ട് വെച്ച ഈ സ്വാശ്രയത്വം എന്നുള്ള ഒരു ആശയമുണ്ടല്ലോ, ഗാന്ധിജി മുന്നോട്ട് വെച്ച സ്വാശ്രയത്വം എന്നുള്ളൊരു ആശയമുണ്ടല്ലോ, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കാർഷിക സ്വാശ്രയത്വം എത്രത്തോളം പ്രസക്തമാണ്? കാർഷിക സ്വാശ്രയത്വം എന്നുള്ള ആശയം അന്ന് കാർഷിക സ്വാശ്രയത്വം എന്ന് പറയുന്നത്
സ്വാഭാവികമായി തന്നെ ഉണ്ടായിരുന്നൊരു കാര്യമാണ്. ആവശ്യമുള്ള നെല്ലും അതുപോലെ അത്യാവശ്യമായിട്ടുള്ള ഭക്ഷണ സാമഗ്രികളും ആവശ്യമായ വസ്ത്രങ്ങളുമെല്ലാം നമ്മുടെ ഒരു നാട്ടിൽ തന്നെ ഇഷ്ടം പോലെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. വളരെ വെളിയിൽ നിന്ന്, തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഈ ഭക്ഷ്യധാന്യങ്ങൾ അധികം നമുക്ക് അന്ന് വരേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. എന്നാലും വിശേഷപ്പെട്ട ചിലതരം അരി, അത് ഒരു അരക്കൻ ചമ്പാവെന്നോ ഒക്കെ പറയുന്ന പല വിശേഷപ്പെട്ട അരികളും അവിടെ മാർക്കറ്റിൽ കിട്ടുന്നത് നമ്മുടെ പ്രത്യേക ദിവസങ്ങളിൽ ഉപയോഗിക്കാൻ വേണ്ടി വാങ്ങിയിരുന്നു എന്നല്ലാതെ ആവശ്യത്തിന് അതൊന്നും വേണ്ടായിരുന്നു. സാറ് ശാന്തിഗ്രാമിലൊക്കെ താമസിച്ചിട്ടുണ്ടല്ലോ, ശാന്തിഗ്രാമിൽ പഠിക്കുകയുണ്ടായല്ലോ. അപ്പം ആ ഒരു കാലത്ത് അവിടെ ഈ സ്വാശ്രയത്വം എന്നുള്ള ആശയവുമായി ബന്ധപ്പെട്ട് കന്നുകാലി വളർത്തൽ വലിയ ഗോശാലയൊക്കെ ഉണ്ടായിരുന്നു കേട്ടിട്ടുണ്ട്. അതേക്കുറിച്ച് എന്താണ്? ഗാന്ധിജിയുടെ ആശ്രമത്തിൽ, ഗാന്ധിജിയുടെ ആശ്രമം വളരെ മാതൃകാപരമായിട്ടാണ് അദ്ദേഹം നടത്തിയിരുന്നത്. അവിടെ ഒരു സാധനവും 50 കുടുംബങ്ങൾ ആ ആശ്രമത്തിൽ താമസിച്ചിരുന്നു. എല്ലാവർക്കും കുറച്ച് പ്രത്യേകം ഭൂമി വീതം കൊടുത്തിരുന്നു, കൃഷി ചെയ്യുന്നതിന് വേണ്ടി മാത്രം. അവരുടെ ആവശ്യമായ, ആശ്രമത്തിന് ആവശ്യമായ പച്ചക്കറികൾ അവിടെ തന്നെ കൃഷി ചെയ്യണം. അപ്പോൾ വളമുണ്ടാക്കണം. അപ്പോൾ 2-4 വീടുകൾ ചേർന്നിട്ട് പഴയ നല്ല വളം, നാട്ടുവളം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. ആവശ്യമായ വളം എപ്പോഴും തന്നെ കിട്ടിക്കൊണ്ടിരുന്നു. തൊഴുത്തുണ്ടായിരുന്നു. 10-15 ജോഡി പശുക്കളെ മേയ്ക്കുന്നതിന് നിർത്തി അതിനെ രക്ഷിക്കുന്നതിനുള്ള നല്ല തൊഴുവുണ്ടായിരുന്നു. അതിൻ്റെ ചാണകമെല്ലാം മാറ്റുന്നതിനും അതിന് വെള്ളം കൊടുക്കുന്നതിനും അതിനെ കുളിപ്പിക്കുന്നതിനും ഒക്കെ ഉള്ള ഏർപ്പാടുകൾ ആ ആശ്രമത്തിനകത്തുള്ള ആളുകൾ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ പച്ചക്കറി ധാരാളം ഇഷ്ടം പോലെ കഴിക്കുന്നതിനവിടെ ലഭിച്ചു. അതുപോലെ തന്നെ തൈര്, പാല്, ഇതൊക്കെ ഇഷ്ടം പോലെ അവിടെ കിട്ടിയിരുന്നു എന്നുള്ളതൊരു സത്യമാണ്. വെളിയിൽ നിന്ന് ഒരു സാധനവും പൈസ കൊടുത്ത് വാങ്ങാൻ പാടില്ല എന്ന് പ്രത്യേകമായ ഒരു ഓർഡർ അവിടെ നമ്മുടെ ഗാന്ധിജിയുടെ ആശ്രമത്തിനകത്തുണ്ടായിരുന്നു. അരിയും പച്ചക്കറിയും പാലും അതുപോലെ ജീവിതത്തിന് അത്യാവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ അവിടെ തന്നെ ഉണ്ടാക്കി അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കണമെന്നുള്ള പ്രത്യേകമായ ഒരു നിഷ്കർഷ ആശ്രമത്തിലുണ്ടായിരുന്നു. ഗാന്ധിജി വളരെ ശ്രദ്ധിച്ചിരുന്നു. സ്വാശ്രയത്വം എന്ന് പറയുന്ന മഹത്തായ ഒരു സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെയുള്ള ഒരു വിചാരം ഗാന്ധിജി കൊണ്ടുവന്നിരുന്നത്. അത് മറ്റുള്ള ഗ്രാമക്കാർക്കും പ്രയോജനപ്രദമായി തീരത്തക്കവണ്ണം അതിൻ്റെ ആ സന്ദേശം അവരുടെ ഉള്ളിലും എത്തിയിരുന്നു. സാർ, ഇതിൽ അത് തന്നെ മറ്റൊരു രീതിയിൽ പറഞ്ഞാലേ, കൃഷിക്കാരൻ മാത്രം കൃഷി ചെയ്യണം എന്നുള്ള ആശയത്തിനപ്പുറം എല്ലാവരും അവനവനാൽ പറ്റുന്ന രീതിയിലുള്ള ഭക്ഷണം ഉൽപ്പാദിപ്പിക്കണം എന്നൊരാശയം കൂടി അതിലുണ്ടല്ലോ അല്ലേ? കൃഷി എന്ന് പറയുന്നതിനും വാസ്തവത്തിലൊരു സ്പെഷ്യലായിട്ട് നമ്മൾ പരിചയപ്പെടേണ്ട ഒരു കർത്തവ്യമാണ് എന്ന് നമുക്ക് അത് ചെയ്തു വരുമ്പോൾ മനസ്സിലാകും. എല്ലാവർക്കും ഒരുപോലെ തന്നെ കൃഷിയിൽ പ്രാവീണ്യമുണ്ടാകാൻ സാധ്യമല്ല. കൃഷിയിൽ ഇപ്പോൾ വിത്ത് ഉണക്കി വയ്ക്കണം. വിത്ത് ശരിയായ സമയത്തിന് ശരിയായ രീതിയിൽ ഉണക്കി അത് സംരക്ഷിക്കാനായിട്ട് സാധിക്കണം. അടുത്ത കൃഷി വരുന്നതിന് മുമ്പ് പാടങ്ങളെല്ലാം തയ്യാറാക്കണം. അപ്പോൾ ഓരോ സമയത്ത് ചെയ്യേണ്ട ജോലികളെല്ലാം ശരിയായിട്ട് ചെയ്യുന്നതിനുള്ള പരിശീലനം കിട്ടിയ ആളിനെ മാത്രമേ ശരിയായ കൃഷിക്കാരനെന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. എന്നാലും പല ആളുകൾ ചേർന്ന് സഹായിച്ചാൽ മാത്രമേ അങ്ങനെയുള്ള കൃഷിക്കാരനും അയാളുടെ ജോലി ശരിയായിട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് മറ്റ് പലരുടെയും സഹായത്തോടു കൂടിയാണ് മുഖ്യനായ കൃഷിക്കാരൻ. അങ്ങനെയുള്ള ആളുകൾ നാട്ടിൽ ധാരാളം ഉണ്ടാകും. അവരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റുള്ളവരും പ്രവർത്തിച്ചിരുന്നു. അങ്ങനെയുള്ളൊരു കൂട്ട് പ്രവർത്തനമാണ് ആ ഗ്രാമങ്ങളിൽ കൃഷിയുടെ കാര്യത്തിൽ ഉണ്ടായിരുന്നത് എന്നത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതെ, തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ഈ ഒരു കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് ഈ സാറ് വിനോബ ഭാവയായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുണ്ടല്ലോ. വിനോബ ഭാവയായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. ഏതുമായിട്ട്? വിനോബ ഭാവയായിട്ട് ബന്ധപ്പെട്ട് ഈ ഭൂദാന പ്രസ്ഥാനം ആദ്യം ഗാന്ധിജിയുടെ കാലം കഴിഞ്ഞപ്പോഴാണ് വിനോബ അദ്ദേഹത്തിന്റെ പ്രത്യേക സന്ദേശവുമായിട്ട് വന്നിട്ടുള്ളത്. ഗാന്ധിജി കൊടുത്ത അടിസ്ഥാനമായ സന്ദേശം വാസ്തവത്തിൽ ട്രസ്റ്റിഷിപ്പ് എന്നായിരുന്നു.
ട്രസ്റ്റിഷിപ്പ് എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ അവകാശം ഏതെങ്കിലും കുടുംബത്തിലുള്ള ഇന്ന ആൾക്ക് ഉള്ളത് എന്നുള്ള തെറ്റായ ധാരണ മാറ്റണമെന്നും ഇത് വ്യക്തിയുടെ ഉടമയിൽ നിന്ന് മാറി സമൂഹത്തിൻ്റെ ഉടമയിലേക്ക് വരണമെന്നും ഒരു വിചാരം ഗാന്ധിജി ഉണ്ടാക്കിയിരുന്നു. അതിനെ ഗാന്ധിജിക്ക് ശേഷം വന്ന ആചാര്യ വിനോബ ഭാവെ എന്ന് പറയുന്ന ആ മഹാപുരുഷൻ വ്യക്തിയുടെ കയ്യിൽ നിന്നുള്ള ഭൂമി സമൂഹത്തിൻ്റെ കയ്യിലേക്ക് മാറി വരണം, അതിനെ ഒരു വലിയ യജ്ഞകർമ്മമായി അദ്ദേഹം അതിനെ വ്യാഖ്യാനിച്ചു. എന്തുകൊണ്ടെന്നാൽ ബലപ്രയോഗം കൊണ്ടോ നിയമം കൊണ്ടോ മനുഷ്യനെ പ്രത്യേകം നിഷ്കർഷിച്ച് അവൻ്റെ കയ്യിലിരിക്കുന്ന ഭൂമി മറ്റുള്ളവർക്ക് കൊടുപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ഏർപ്പാടല്ല. സ്വയം ബോധ്യപ്പെട്ട് ഈ ഭൂമി എല്ലാവരുടെയും വകയാണെന്നുള്ള ആ ശരിയായ ബോധ്യത്തോടു കൂടി തന്നെ നമ്മൾ കൊടുക്കുന്നതിനെയാണ് യജ്ഞം എന്ന് പറഞ്ഞിരുന്നത്. യജ്ഞം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അവകാശപ്പെട്ടതിൻ്റെ ആ മൂല്യം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കർമ്മത്തിനെ യജ്ഞം എന്ന് പറയുന്നു. അങ്ങനെ ഭൂമിദാന യജ്ഞം വിനോബാജി ആവിഷ്കരിച്ചത് ഗാന്ധിജി പറഞ്ഞ ട്രസ്റ്റിഷിപ്പ് എന്ന് പറയുന്ന സിദ്ധാന്തത്തിൻ്റെ ശരിയായ വ്യാഖ്യാനമായിരുന്നു. ട്രസ്റ്റിഷിപ്പ് എന്ന് പറഞ്ഞാൽ വ്യക്തി ഉടമയിൽ നിന്ന് മാറ്റി സമൂഹ ഉടമയിലേക്ക് കൊണ്ടുവന്ന് സമൂഹ ഉടമക്കാർ എല്ലാവരും ഇത് സമൂഹത്തിൻ്റെയും വകയല്ല ഈ വസ്തുവകകളെന്നും എല്ലാം ഈശ്വര നിർമ്മിതമാണ് എന്നുള്ള പരമമായ സത്യത്തെ അംഗീകരിച്ചുകൊണ്ട് ജീവിക്കണമെന്നുള്ളതാണ്. ഈശാവാസ്യം ഇതം സർവം എന്നുള്ളൊരു വലിയ മുദ്രാവാക്യമാണ് ഈ ഭൂമിദാന യജ്ഞത്തിൻ്റെയും ഗാന്ധിജിയുടെ ട്രസ്റ്റിഷിപ്പ് സിദ്ധാന്തത്തിൻ്റെയും പിന്നിലുണ്ടായിരുന്ന എല്ലാം ഈശ്വരൻ്റെ വകയാണ് എന്നുള്ള ഒരു സിദ്ധാന്തം. സാർ, അതുപോലെ ഈ ഗ്രാമസ്വരാജ് എന്നുള്ള ആശയമുണ്ടല്ലോ, അത് ഗാന്ധിജി വിഭാവനം ചെയ്ത രീതിയിൽ നമുക്ക് എത്രത്തോളം നടപ്പാക്കാനായിട്ടും? ഗ്രാമസ്വരാജ് എന്ന് പറയുന്ന ഒരു അടിസ്ഥാന സിദ്ധാന്തമാണ് ഭാരതം ലോകത്തിൻ്റെ മുമ്പിൽ വെച്ചിട്ടുള്ള ഏറ്റവും മഹനീയമായ സിദ്ധാന്തം. ഇപ്പോൾ രാഷ്ട്രീയം എന്ന് പറയുന്നത് കക്ഷി രാഷ്ട്രീയമായും അധികാര രാഷ്ട്രീയമായും എല്ലാം മാറിയിരിക്കുന്നു. കക്ഷികളുണ്ടാകുന്നു. ആ കക്ഷികളുടെ കയ്യിൽ അധികാരം വരുന്നതിന് വേണ്ടിയിട്ട് അവർ ജനങ്ങളെ സംഘടിപ്പിച്ച് സമരം നടത്തുന്നു. ഇങ്ങനെ സമൂഹത്തിനകത്ത് എപ്പോഴും അസ്വാസ്ഥ്യമുണ്ടാവുകയും പുതിയ മൂല്യങ്ങൾ സ്ഥാപിക്കാൻ സാധിക്കാതെ വരികയും ചെയ്യുന്ന ഒരവസ്ഥയിൽ നമ്മൾ ഗാന്ധിജിയുടെ അടിസ്ഥാനത്തിൽ വിനോബാജിയും നടത്തിയ പ്രസ്ഥാനം ഭാരതത്തിൻ്റെ അടിസ്ഥാനപരമായ സന്ദേശമായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. പണ്ടത്തെ പഞ്ചായത്തി രാജ് എന്ന് പറയുന്ന പഞ്ചായത്തിനാണ് ഒരു പ്രദേശത്തെ ഭൂമിയുടെയും ജനജീവിതത്തിൻ്റെയും എല്ലാം ശരിയായിട്ടുള്ള മാർഗദർശനത്തിനുള്ള അധികാരം എന്ന ഒരു മഹത്തായ സന്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ സാമൂഹ്യ ജീവിതത്തെ ശക്തിപ്പെടുത്തുന്ന ഒരു പ്രസ്ഥാനമാണ് വാസ്തവത്തിൽ ഗാന്ധിജി ആഗ്രഹിച്ചത്. പക്ഷേ ഇന്ന് വ്യക്തിപ്രധാനമായ ഇത് എൻ്റേത് എന്ന് പറഞ്ഞ് ആളുകൾ അവരുടെ അധികാരത്തെയും സമ്പത്തിനെയും വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി നടത്തി വരുന്ന ഇന്നത്തെ ഈ ജനജീവിതം ഒരു തരത്തിലും ഒരു അടിസ്ഥാനമായ ശാന്തിയുടെ അന്തരീക്ഷം ഉണ്ടാക്കുകയില്ല എന്ന് നമുക്കിപ്പോൾ വളരെയധികം ബോധ്യപ്പെട്ടിരിക്കുന്നു എന്നാണ് ജനങ്ങൾ പറയുന്നത്. സാറി, സ്വതന്ത്ര ഭാരതത്തിൽ തുടക്കകാലത്ത് കൃഷിയേക്കാൾ കൂടുതൽ പ്രാധാന്യം വ്യവസായത്തിന് കൊടുത്തു. ഇനിയും സ്വതന്ത്രാനന്തര ഭാരതത്തിലെ സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം തുടക്കകാലങ്ങളിൽ കൃഷിയേക്കാൾ കൂടുതൽ പ്രാധാന്യം വ്യവസായത്തിന് കൊടുത്തു എന്ന് ഒരു അഭിപ്രായമുണ്ട്. ഇത്രത്തോളം ഗാന്ധിയൻ തത്വങ്ങളായിട്ട് യോജിക്കുന്നു ഈ വ്യവസായങ്ങൾ. അതെ വ്യവസായങ്ങൾ ഇന്ന് ഒരു വ്യവസായ യുഗം, ഒരു ശാസ്ത്രയുഗം എന്നൊക്കെ പറയുന്ന ഒരു ഏർപ്പാടിലേക്ക് നമ്മൾ നീങ്ങുകയാണ്. വാസ്തവത്തിൽ വ്യവസായങ്ങളുടെ ആവശ്യം നമുക്കുണ്ട്. വ്യവസായങ്ങളെന്ന് പറയുന്നത് മനുഷ്യൻ്റെ ജീവിതത്തിന് ആവശ്യമായ സാധന സാമഗ്രികൾ ഉണ്ടാക്കിയെടുക്കുന്നതിന് മനുഷ്യർ തന്നെ അവരുടെ ഉടമയിൽ സംഘടിപ്പിക്കുന്ന ഏർപ്പാടുകളെയാണ് നമ്മൾ വ്യവസായമെന്ന് ശരിയായ അടിസ്ഥാനത്തിൽ പറഞ്ഞിരുന്നത്. പക്ഷേ കാലം കഴിയും തോറും
ഒരു മുതലാളിത്ത സമ്പ്രദായവും അതിൻ്റെ പ്രചാരം ലോകത്ത് മുഴുവൻ വ്യാപിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ വലിയ സാമ്രാജ്യങ്ങൾ ഉണ്ടാവുകയും ആ സാമ്രാജ്യങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഈ മുതലാളികൾ വമ്പിച്ച വ്യവസായങ്ങൾ സംഘടിപ്പിക്കുകയും അത് വിൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മാർക്കറ്റുകൾ കണ്ടുപിടിക്കുന്നതിന് ശ്രമിക്കുകയും ഒക്കെ ചെയ്താണ് ലോകത്തിൻ്റെ സമാധാനം വാസ്തവത്തിൽ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഈ ഉണ്ടായ സാധനം വിൽക്കണമെങ്കിൽ പുതിയ രാജ്യങ്ങൾ വേണം, അത് നമ്മുടെ കയ്യിലിരിക്കണം, അവർക്ക് ഇത് വിൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കണം. ഇങ്ങനെയുള്ള ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഉണ്ടാക്കുന്ന വ്യവസായങ്ങൾ ഒരു കാലത്തും പ്രോത്സാഹിപ്പിക്കരുതെന്നുള്ളതാണ് ഗാന്ധിജിയുടെ പ്രത്യേകമായ നില. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ലോകത്തിലുള്ള വൻകിട ഉടമകൾക്ക്, വ്യവസായത്തിൻ്റെ ഉടമകൾക്ക് ധനം സമ്പാദിക്കുന്നതിന് വേണ്ടിയിട്ട് മാർക്കറ്റിംഗ് എന്ന് പറയുന്നൊരു ഏർപ്പാടുണ്ടാക്കി ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും കൊണ്ടുപോയി വിൽക്കുകയും അതിന് പരസ്യങ്ങൾ കൊടുക്കുകയും ജനങ്ങളെ പലതരത്തിൽ സമ്മർദ്ദത്തിലൂടെ അവരുടെ പണം പിടിച്ചെടുക്കുകയും ചെയ്യുന്ന ഒരു വ്യവസായ സമ്പ്രദായം ലോകശാന്തിക്ക് തന്നെ ഭഞ്ജകമായിട്ടിരിക്കുന്നു എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇത് ഗാന്ധിയുടെ മാർഗത്തിന് നേരെ വിപരീതമാണ്. കാർഷികമായ വളർച്ചയ്ക്കും ഇത് വളരെ ദോഷമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാർ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കൃഷിക്കാരടുത്ത്, ഇത് കാണുന്ന കർഷകരടുത്ത് സാറിന് പറയാനുള്ള ഒരു സന്ദേശം എന്താണ്? കർഷകർക്ക് വാസ്തവത്തിൽ കർഷകനാണ് ഈ ഭൂമിയുടെ ശരിയായിട്ടുള്ള അവകാശിയും ശരിയായിട്ടുള്ള സേവകനും എന്നുള്ള ഒരു നിലപാട് ഇന്നുണ്ടായിട്ടില്ല. കർഷകനെ നമ്മൾ അത്യാവശ്യമായി സ്വല്പം ഒന്നും മാനിക്കാൻ ചിലപ്പോൾ ശ്രമിക്കുന്നു എന്നല്ലാതെ അവനാണ് നമ്മുടെ ജീവിതത്തെ നിലനിർത്തുന്ന അടിസ്ഥാനമായ ഒരു യജ്ഞത്തിൽ പങ്കെടുക്കുന്നത് എന്ന് ബോധ്യം വരാൻ നമുക്കിനിയും കാലം വളരെ വേണ്ടി വരും. ഈ ശരിയായിട്ടുള്ള കൃഷി നടക്കുന്നില്ലെങ്കിൽ ഈ രാജ്യത്ത് സമാധാനം നിലനിർത്താൻ സാധ്യമല്ല, സംതൃപ്തി ഉണ്ടാക്കാൻ സാധ്യമല്ല. ഒരു പുതിയ സമൂഹം ഉണ്ടാകണമെങ്കിൽ കൃഷിക്കാരന് പ്രാധാന്യം കൊടുക്കുക തന്നെ വേണം എന്നുള്ളത് ഗാന്ധിജിയുടെ മഹത്തായ സന്ദേശമാണ്. ഇന്നത്തെ സമയം ഏതാണ്ട് കഴിയാറായി. സാറിൻ്റെ വിലാസം പറയാം. ഗാന്ധിയൻ ശ്രീ പി ഗോപിനാഥൻ നായർ, ചെയർമാൻ, ഗാന്ധി സ്മാരക നിധി, തൈക്കാട്, തിരുവനന്തപുരം. മഹാത്മാഗാന്ധി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, മനുഷ്യൻ്റെ ആവശ്യത്തിനുള്ളതെല്ലാം ഭൂമിയിൽ ഒരുക്കിയിട്ടുണ്ട്, അതേസമയം മനുഷ്യൻ്റെ അത്യാഗ്രഹത്തിന് വേണ്ടിയുള്ളതൊന്നും ഭൂമിയിലില്ല. ഈ ഒരു തിരിച്ചറിവ് ഇല്ലാതെ പോകുമ്പോഴാണ് നെൽപ്പാടങ്ങൾ നികർത്തി നമ്മൾ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ പണിയുന്നതും അങ്ങനെ കൃഷിമേഖല സാറി പറഞ്ഞ പോലെ വ്യവസായത്തിനും മറ്റു കാര്യങ്ങൾക്കും വഴിമാറുന്നത്. അപ്പോൾ ആ ഒരു തിരിച്ചറിവ് ഉണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഗാന്ധിജി വിഭാവനം ചെയ്ത ഗ്രാമീണ സ്വാശ്രയത്വം എന്നുള്ള ആശയത്തിലേക്ക് നമുക്ക് പോകാൻ കഴിയും. ഇന്നത്തെ ഈ ഒരു ചർച്ചയിൽ പങ്കെടുത്ത ആദരണീയനായ ശ്രീ പി ഗോപിനാഥൻ നായർ സാറിന് ദൂരദർശൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി സാർ. നമസ്കാരം. പങ്കെടുത്ത എല്ലാവർക്കും നന്ദി, നമസ്കാരം. यूरिया स्वदेशी उत्पादन 17 लाख टन बढ़ाने के लिए 6 उर्वरक संयंत्रों का उद्धार किया जा रहा है। FCIL के गोरखपुर, सिंदरी, तलचर और रामागुंडम संयंत्र, HFCL की बरौनी इकाई और BVFCL की नामरू फोर्थ। सोने पर सुहागा ये है कि देश में अब बनेगा सिर्फ नीम लेपित यूरिया, क्योंकि इससे होगा किसानों का फायदा ही फायदा। अनाज का उत्पादन 10% तक बढ़ेगा, बढ़ेगी 10 से 15% नाइट्रोजन क्षमता। നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കെപ്കോ ചിക്കൻ വില കുറയ്ക്കുന്നു. മുട്ടക്കോഴിയും കൂടും പദ്ധതി പ്രാബല്യത്തിൽ. തേനീച്ച വളർത്തലിൽ പരിശീലനം.
വിശദമായ വാർത്തകളിലേക്ക്. ഓണവിപണിയിൽ ഇടപെടുന്നതിന്റെ ഭാഗമായി കെപ്കോ ചിക്കന് കിലോയ്ക്ക് 10 രൂപ കുറയ്ക്കാൻ മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി നിർദ്ദേശം നൽകി. കൂടാതെ കുടപ്പനക്കുന്ന് ഫാമിൽ നിന്നും കെപ്കോയുടെ മറ്റു ഇന്റഗ്രേഷൻ ഫാമുകളിൽ നിന്നും ഇറച്ചിക്കോഴികളെ ജീവനോടെ വിപണിയേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് വിൽപ്പന നടത്തുമെന്ന് കെപ്കോ മാനേജിംഗ് ഡയറക്ടർ അറിയിച്ചു. ചെങ്ങന്നൂർ സെൻട്രൽ ഹാച്ചറിയോട് ചേർന്ന് പ്രവർത്തിച്ചു വരുന്ന ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഈ മാസം 22-ാം തീയതി കാട വളർത്തലിലും 26 മുതൽ 28 വരെ മുട്ടക്കോഴി വളർത്തലിലും പരിശീലനം നൽകുന്നു. താൽപര്യമുള്ള കർഷകർ മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യണം. ഫോൺ നമ്പർ 0479 2 457 778. ഓച്ചിറ ക്ഷീരോൽപ്പന്ന പരിശീലന വികസന കേന്ദ്രത്തിൽ ഈ മാസം 19 മുതൽ 30-ാം തീയതി വരെ വിവിധ ക്ഷീരോൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിൽ പരിശീലനം നൽകുന്നു. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 40 പേർക്കാണ് പരിശീലനം. രജിസ്ട്രേഷൻ ഫീസ് 115 രൂപ. വിശദ വിവരങ്ങൾക്കും പേര് രജിസ്റ്റർ ചെയ്യുന്നതിനും വിളിക്കാവുന്ന ഫോൺ നമ്പർ 0476 2 698 550. കേന്ദ്ര സർക്കാരും നബാർഡും കാർഷിക സർവകലാശാലയും സംയുക്തമായി സംഘടിപ്പിച്ച കൊട്ടാരക്കരയിലെ ബേണാഡ് പൗൾട്രി ഫാമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി മുട്ടക്കോഴിയും കൂടും പദ്ധതി നടപ്പാക്കുന്നു. അടുക്കള മാലിന്യങ്ങളും ഭക്ഷ്യ അവശിഷ്ടവും ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന തരത്തിലുള്ള പ്രത്യേകതരം കൂടുകൾക്കൊപ്പം ഉയർന്ന ഉൽപാദന ശേഷിയുള്ള BV 380 വിഭാഗത്തിൽപ്പെട്ട മുട്ടക്കോഴി കുഞ്ഞുങ്ങളെയും വിതരണം ചെയ്യും. കൂടുതൽ വിവരങ്ങൾക്ക് ബേണാഡ് പൗൾട്രി ഫാമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനിയുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 0474 2 456 225. കേരള സർക്കാരിന്റെ അധീനതയിൽ തൃശൂർ അഴീക്കോട് പ്രവർത്തിക്കുന്ന റീജിയണൽ ഷ്രിംപ് ഹാർച്ചറിയിൽ കാരച്ചമീൻ കുഞ്ഞുങ്ങളും ആറ്റുകൊഞ്ചിൻ കുഞ്ഞുങ്ങളും വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട്. ആവശ്യമുള്ളവർ ഹാച്ചറി അസിസ്റ്റന്റ് ഡയറക്ടറുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 944790 00128. തേനീച്ച വളർത്തലിൽ റബ്ബർ ബോർഡ് ഏകദിന പരിശീലനം സംഘടിപ്പിക്കുന്നു. ഈ മാസം 20-ാം തീയതി കോട്ടയത്തുള്ള റബ്ബർ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടക്കുന്ന പരിശീലനത്തിന് 400 രൂപയാണ് ഫീസ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് 50%, റബ്ബർ ഉൽപാദക സംഘങ്ങളിലെ അംഗങ്ങൾക്ക് 25% ഫീസിൽ ഇളവ് ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാം. 0481 2 351 313. മറ്റൊരു നമ്പർ 0481 2 353 127. കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 30.4 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.4. കോഴിക്കോട് 32.8, 23.8. കൊച്ചി 30.4, 24.6. ആലപ്പുഴ 33.2, 24.3. പുനലൂർ 32.5, 23.5. തിരുവനന്തപുരം 31.7, 24.9 ഡിഗ്രി സെൽഷ്യസ്. ഇന്നത്തെ കാർഷിക വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.